നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു അവധി മൂഡിൽ തന്നെയാണ്. ഏതായാലും വാർത്തകൾ നിരവധിയുള്ള ഒരു ദിവസം തന്നെയാണ്. പ്രധാനമായും മലബാറിന്റെ വികസന കുതിപ്പിന് പുത്തൻ വേഗം പകരുന്ന വയനാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ഏതായാലും വാർത്തകളിലേക്കൊക്കെ വിശദമായി എത്താം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രതിസന്ധിയിൽ ഇന്ത്യ US അസ്വാരസ്യം രൂക്ഷമാകുന്നതിനിടെ ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക കൂടിക്കാഴ്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദി ടിയാൻജിനിൽ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നാളെ ചർച്ച. വയനാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിലെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകും. മലബാറിന്റെ വികസനത്തിൽ പുതിയ നാഴികക്കല്ലാകുമെന്നും വിലയിരുത്തൽ. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം അനൂപിനെ ചോദ്യം ചെയ്യും. സ്ഫോടക വസ്തു നിർമ്മാണത്തിനുള്ള വെടിമരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ ആർക്കുവേണ്ടി നിർമ്മിക്കുന്നുവെന്നും കണ്ടെത്താൻ ശ്രമം. കേരള സർവകലാശാല BA സിലബസിൽ പാബ്ലോ നെരൂദയുടെ പേരിൽ ChatGPT ടൂൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കവിത ഇടം പിടിച്ചതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനോട് അടിയന്തര റിപ്പോർട്ട് തേടി വൈസ് ചാൻസലർ. കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4ാം വർഷ BA 1ാം സെമസ്റ്ററിൽ. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ പാട്നയിൽ സമാപനം. ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പ്രതിമ വരെ പദയാത്ര. ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമാക്കി മാറ്റാൻ കോൺഗ്രസ് നീക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 5ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. KCLൽ ഇന്ന് 2:30 ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. എന്നാലും ഗൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉണ്ടാകും. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 7 വർഷത്തിനു ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ വിള്ളൽ പരിഹരിക്കുന്നതിനുള്ള ചുവടുവയ്പായാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ കാണുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:30 നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇരു നേതാക്കളും വിലയിരുത്തും. അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കുമിടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയെന്നതും നിർണായകമാണ്. അമേരിക്കൻ തീരുവ നേരിടാൻ സമുദ്രോൽപ്പന്നങ്ങൾ അടക്കം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത ഇന്ത്യ കൂടിക്കാഴ്ചയിൽ ആരായുമെന്നാണ് സൂചന. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. 1 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി US ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും നിർണായകമാണ്. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ, പാകിസ്ഥാൻ, ബെലോറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി. US-ന്റെ തീരുവ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം ശക്തമാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഉച്ചകോടി എന്നതും ശ്രദ്ധേയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ആവർത്തിച്ചേക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും മറ്റന്നാൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കാണാനിരിക്കെയാണ് സെലൻസ്കിയുമായി മോദി സംസാരിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം തീർക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മോദി സെലൻസ്കിയെ അറിയിച്ചു. അമേരിക്കയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കി മോദിയോട് പറഞ്ഞു. അമേരിക്ക ഇടപെട്ടുള്ള ചർച്ചകൾക്ക് ശേഷവും റഷ്യ യുക്രൈനിൽ ആക്രമണം തുടരുകയാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ നടക്കുന്ന ചർച്ചകളിൽ വിഷയം ഉന്നയിക്കും മോദി ഉറപ്പു നൽകിയതായി സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം യുക്രൈനിൽ യുദ്ധത്തിന് ഇന്ത്യയെ അകാരണമായി കുറ്റപ്പെടുത്തരുതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും വ്യക്തമാക്കി.
മറ്റൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘം അനൂപിനെ ചോദ്യം ചെയ്യും. സ്ഫോടക വസ്തു നിർമ്മാണത്തിനുള്ള വെടിമരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ ആർക്കു വേണ്ടി നിർമ്മിക്കുന്നുവെന്നും കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി കെ രാഗേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. കണ്ണൂരിലെ വിശദാംശങ്ങൾ രാഗേഷ് നൽകും. രാഗേഷ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ മരുന്നുകൾ എവിടെ നിന്ന് എത്തിക്കുന്നു, ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ബാക്കിയായി നിൽക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്താൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, കണ്ണൂർ കണ്ണപുരം കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് JCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഈ വിഷയത്തിൽ 2016 കണ്ണൂരിൽ പൊടിക്കുണ്ടിലുണ്ടായ സ്ഫോടനം ഉണ്ടായിരുന്നു. ഈ സ്ഫോടന കേസിലെ പ്രതി കൂടെയാണ് അനൂപ് മാലിക്. അതുകൊണ്ട് അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കണം. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അനൂപിനെ കിട്ടിയതിന് ശേഷമേ ഉള്ളൂ കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ വിഷയത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം നടന്നിരുന്നത്. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള പടക്കമാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. കൂടാതെ നാടൻ ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലൂടെ കൂടെ മാത്രമേ ഉള്ളൂ എന്താണ് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കണ്ണൂർ കമ്മീഷണർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. നിതിൻ രാജ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ കിട്ടി അനൂപ് മാലിക്കിനെ കയ്യിൽ കിട്ടുന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിലുള്ള തുടരന്വേഷണം മുന്നോട്ട് പോവുക. ശരി രാകേഷ്, ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ബാക്കിയാണ്. വിശദമായ അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കെ രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിൽ പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കും. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്താൽ മേപ്പാടിയിൽ എത്താൻ കഴിയും. ചുരം യാത്ര ദുരിതത്തിനും ഇതോടെ അറുതിയാവും. രാജ്യത്തെ ദൈർഘ്യമേറിയ ട്വിൻ ട്യൂബ് ടണലുകളിൽ ഒന്നാമത്തേതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കിഫ്ബി, പൊതുമരാമത്ത് വകുപ്പ്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്നിവ ത്രികക്ഷി കരാറിലൂടെ നടപ്പാക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134.5 കോടി രൂപയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 33 ഹെക്ടറാണ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നു പോകുന്നത്. 8.73 കിലോമീറ്റർ പാതയിൽ 8.1 കിലോമീറ്റർ ദൂരം ഇരട്ട ടണലാണ്. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതിക്ക് അനുമതി നേടിയത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിഷ്കർഷിക്കുന്ന നിർമ്മാണ മാനദണ്ഡങ്ങളും മാസത്തിലൊരിക്കൽ വിദഗ്ധ കമ്മിറ്റിയുടെ വിശദമായ വിലയിരുത്തലും ഉണ്ടാകും. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താൻ കഴിയും. ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാകും. വളരെ വർഷങ്ങളായി നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ യാത്രാക്ലേശമാണ് വയനാട് ചുരത്തിലുള്ളത്. വലിയ രൂപത്തിൽ പരിഹാരമാവുന്ന ഒരു പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനും നിശ്ചലമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ചരക്ക് നീക്കം സുഗമമായി കഴിഞ്ഞാൽ തന്നെ വയനാട് ചുരം ഫ്രീ ആകുമെന്നുള്ളതാണ്. അപ്പോൾ ബദൽ പാതകൾ അനിവാര്യമാണ്. ആ ബദൽ പാതകളുടെ കൂട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായതും അതോടൊപ്പം തന്നെ എല്ലാ കടമ്പകളും കടന്ന് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. 4 വർഷത്തിനുള്ളിൽ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാകും. 2 പാക്കേജുകളിലായാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. പാലവും അപ്രോച്ച് റോഡും 1ാമത്തെ പാക്കേജിലും ടണൽ പാത 2ാമത്തെ പാക്കേജിലുമാണുള്ളത്. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുന്ന ചരിത്ര നേട്ടമാണ് ഈ തുരങ്കപാത നിർമ്മാണം. അമൃത ന്യൂസ്, കോഴിക്കോട്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം നാളെ. പട്നയിൽ മഹാറാലിയോടെ യാത്ര സമാപിക്കും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ സ്മാരകം വരെയാണ് റാലി. ഓഗസ്റ്റ് 17 ആരംഭിച്ച യാത്ര 111 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് അവസാനിക്കുന്നത്. യാത്ര തുടക്കം മാത്രമാണെന്നും രാജ്യവ്യാപകമായി വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ യാത്രയിൽ MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും സമാപന സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കും.
രാവിലെ തന്നെ മറ്റൊരു അപകട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ദേശീയപാതയിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്തുണ്ടായ അപകടത്തിൽ ഒരു മരണം. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഒരു യുവതി അടക്കം 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമിത വേഗത്തിലായിരുന്ന ഥാർ ജീപ്പ് നിയന്ത്രണം വിട്ട് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിലെ തൂണിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. രാത്രി 12 മണിയോടെയാണ് സംഭവം. റേസിംഗിനിടെയാണ് അപകടമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ സംഘത്തിൽ മറ്റു വാഹനങ്ങളും ഉണ്ടായിരുന്നതായി വാഹനയാത്രക്കാർ പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളത്ത് പുതിയ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനായി 12 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ ബസ് സ്റ്റാൻഡിന് അടുത്തായി കാരിക്കാമുറിയിലാണ് പുതിയ സ്റ്റാൻഡ് വരിക. പദ്ധതിയുടെ ഭാഗമായി മന്ത്രി നേരിട്ടെത്തി സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അതേസമയം നിലവിലെ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 12 കോടി രൂപയാണ് പുതിയ KSRTC ബസ് സ്റ്റാൻഡിനായി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ എറണാകുളം KSRTC സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലം 8 ഏക്കറാണുള്ളത്. ഇവിടെ കാരക്കാമുറി ഭാഗത്തായാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. ഉയരത്തിലുള്ള സ്ഥലമായതിനാൽ വെള്ളക്കെട്ട് പ്രശ്നം ഒഴിവാകുമെന്നാണ് കണക്കുകൂട്ടൽ. പിന്നീട് നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിലൊന്നായി ഈ പ്രദേശത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇത് കാലോചിതമായി പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ ഉണ്ട്. ആദ്യ ഘട്ടമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഇവർ വെച്ചേക്കുന്ന പ്രപ്പോസൽ 12 കോടിയാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കിയിരുന്നു. വലിയൊരു കൊമേഴ്സ്യൽ പദ്ധതിയായിട്ട് ഈ ഭാഗമെല്ലാം പിന്നീട് ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണുള്ളത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമാണ് നമ്മൾ അറിയുന്നത്. അതിന് പണം അനുവദിക്കും. അത് ഇന്ന് നോക്കിയിട്ട് ആ പണം അനുവദിച്ച് ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ പണം അനുവദിക്കും. അതേസമയം നിലവിലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വകാര്യ കമ്പനിയുടെ CSR ഫണ്ടും MLA TJ വിനോദിന്റെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയാണ് മുഖ്യ ലക്ഷ്യം. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് ലൈഫ് ഗാർഡുമാർ നേരിടുന്നത് കടുത്ത അവഗണനയാണ്. വലിയ തിരമാലകളിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഇവർക്ക് യാതൊരു ആനുകൂല്യം സർക്കാർ നൽകുന്നില്ല എന്നാണ് പരാതി പറയുന്നത്. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ശമ്പള സ്കെയിലും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്ന ആവശ്യങ്ങൾക്ക് മുന്നിലും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന തീരുമാനവും ഇതുവരെയും നടപ്പിലായിട്ടില്ല. കടൽ തീരയിലേക്ക് ഒന്നും നോക്കാതെ ജീവൻ രക്ഷിക്കാൻ എടുത്തു ചാടുന്ന ലൈഫ് ഗാർഡുമാരുടെ ജീവിതം അത്ര ശോഭനമല്ല. കടലിനോട് മല്ലടിച്ചാണ് ഓരോ ജീവനും ഇവർ കരക്കെത്തിക്കുന്നത്. എന്നാൽ ലൈഫ് ഗാർഡുമാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കായികക്ഷമത ഉൾപ്പെടെ പരിശോധിച്ചാണ് ലൈഫ് ഗാർഡുമാരുടെ നിയമനം. ലൈഫ് ഗാർഡ് തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം ജീവനക്കാരായി തങ്ങളെ അംഗീകരിക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുമാരെ 25 വർഷം കഴിഞ്ഞിട്ടും സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, ന്യായമായ വേതനമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. ചികിത്സാ സൗകര്യങ്ങളോ ഇൻഷുറൻസോ ഇല്ല. ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന ലൈഫ് ഗാർഡുമാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് 2017 ചേർന്ന മന്ത്രിതല യോഗത്തിലെടുത്ത തീരുമാനവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഓണത്തിന് ഉത്സവ ഭത്തയായി ലഭിക്കുന്നത് 1210 രൂപയാണ്. 3 വർഷമായി ലൈഫ് ഗാർഡുമാർക്ക് യൂണിഫോം അനുവദിച്ചിട്ട്. പലരും സ്വന്തം പണം മുടക്കിയാണ് യൂണിഫോം ഉൾപ്പെടെ വാങ്ങിയിട്ടുള്ളതും. ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും സർക്കാർ ഒന്നും കാണാത്ത മട്ടിലാണ്. വിരമിച്ചതിന് ശേഷം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ലൈഫ് ഗാർഡുമാർ. ഇനിയും അവഗണന തുടരുകയാണെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ ലൈഫ് ഗാർഡും തിരയോട് മല്ലടിച്ച് അപരന്റെ ജീവൻ രക്ഷിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ സർക്കാർ മുഖം തിരിക്കുമ്പോൾ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണവർ. എല്ലാ തിരക്കുകൾക്കിടയിലും തങ്ങളെ കൂടി പരിഗണിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേര പദ്ധതി വിവാദത്തെ തുടർന്ന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ബി അശോകിനെ സർക്കാർ മാറ്റി. പകരം ചുമതല ടിൻഡു ബിസ്വാളിന് നൽകി സർക്കാർ ഉത്തരവിറക്കി. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖ ചോർന്നതിൽ അന്വേഷണ ചുമതല ബി അശോകിനായിരുന്നു. ലോകബാങ്ക് ഇമെയിൽ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബി അശോകിന്റെ റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടത്. പകരം KTDC ചെയർമാൻ പദവി നൽകിയിട്ടുണ്ട്. നേരത്തെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷണർ പദവിയിലേക്ക് മാറ്റിയതിനെ ബി അശോക് ചോദ്യം ചെയ്തിരുന്നു. സെൻട്രൽ
ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മറ്റൊരു പദവിയിലേക്ക് ബി അശോകന് ഡെപ്യൂട്ടേഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ChatGPT എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. അത് ഗുണവും ദോഷവും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കേരള സർവകലാശാലയും കടന്നിരിക്കുകയാണ്. കേരള സർവകലാശാല 4ാം വർഷ BA 1ാം സെമസ്റ്ററിൽ പാബ്ലോ നെരൂദയുടെ പേരിൽ ChatGPT ടൂൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കവിത ഇടം പിടിച്ചതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനോട് വൈസ് ചാൻസലർ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അബദ്ധം സിലബസിൽ സംഭവിച്ചതെന്ന് വിശദീകരിക്കണം. ഇംഗ്ലീഷ് URA ലാംഗ്വേജ് എന്ന കവിതയാണ് വിവാദമായത്. സിലബസിൽ ഈ കവിത ഉൾപ്പെടുത്തിയെന്ന് മാത്രമല്ല, പരീക്ഷയിൽ കവിതയെ ആസ്പദമാക്കി ചോദ്യവും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിയ അധ്യാപകരാണ് നിരോധ ഇങ്ങനെയൊരു കവിത എഴുതിയിട്ടില്ലെന്നും AI നിർമ്മിച്ച കവിതയാണ് നിരോധയുടെ പേരിൽ ഉൾപ്പെടുത്തിയതെന്നും കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് പരാതി ലഭിച്ചിരുന്നു. വേടനെക്കുറിച്ചുള്ള ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ വിശദീകരണം നൽകണമെന്നും വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത TVയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി സജിതയാണ്. സജിതയുടെ പ്രതികരണം നോക്കാം. മെഗാ വിജയിയായിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ഈ ദിവസത്തെ മെഗാ വിജയിയായി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. സന്തോഷം തന്നെ. ഈ 1 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടി, എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? അയ്യോ, എനിക്ക് എന്തെന്ന് പറയാൻ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓണമായിട്ട് പ്രതീക്ഷിച്ചിരുന്നോ ഈ സമ്മാനം? ഇല്ല, പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്കൊന്നും പറയാനില്ല. തിരുവനന്തപുരത്ത് എവിടെയാണ് സജിതയുടെ വീട്? പെരുങ്കുഴി എന്ന സ്ഥലത്ത്. ചിറയൻകീഴാണ്. ഓ ശരി. അമൃത TVയുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കാണുന്ന ആളാണെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്. കൂടുതൽ കാണുന്ന ആനീസ് കിച്ചൺ ഉണ്ട്. പിന്നെ വാർത്തയാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ കാണുന്നത്. ഈ ഓണക്കാലത്ത് അമൃത TVയുടെ സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒപ്പം മെഗാ സമ്മാനമായ 1 ലക്ഷം രൂപയും നേടിയിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒപ്പം ഞങ്ങളുടെ പരിപാടികൾ തുടർന്നും കാണുക. പ്രധാനപ്പെട്ട പരിപാടികൾ, റിയാലിറ്റി ഷോകളൊക്കെ കാണുക, വാർത്തയും ഒക്കെ കാണുക. വീണ്ടും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക. ഏതായാലും ഓണനാളുകളിൽ മുഴുവനും സമ്മാന പെരുമഴ തുടരും. ഇന്നത്തെ വിജയി നിങ്ങളാകാം. പ്രതീക്ഷയുടെ പൊന്നോണക്കാലത്ത് സമ്മാന നേട്ടത്തിന്റെ സന്തോഷം പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ 3ാം നറുക്കെടുപ്പ് കല്യാണിന്റെ കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ നടന്നു. കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമന്റെ സാന്നിധ്യത്തിൽ MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KM സച്ചിൻ ദേവ്, PT റഹീം എന്നിവർ ചേർന്നാണ് നറുക്കെടുത്തത്. ആഴ്ചയിലെ ബമ്പർ സമ്മാനമായ 25 പവൻ സ്വർണത്തിന് ജ്യോതി V അർഹയായി. ഷിമി TB, അഷ്റഫ് PS, അശ്വിനി PJ എന്നിവരാണ് ആഴ്ചയിലെ സമ്മാനമായ മാരുതി ബലെനോ കാർ സ്വന്തമാക്കിയത്. ഇതിൻ്റെ സുതാര്യത എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മാന പദ്ധതി നടക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ വെച്ച് നമ്മൾ നറുക്കെടുത്ത് തീർക്കുകയാണ്. അല്ലാണ്ട് ഇത് വെച്ചിട്ട് 1 മാസം 2 മാസം 1 കൊല്ലം വെച്ച് നീട്ടുക എന്നുള്ളതല്ല. നറുക്കെടുത്ത് കഴിഞ്ഞ വഴിക്ക് നമ്മൾ അതാത് നറുക്കെടുത്ത ആളെ കൊണ്ട് തന്നെ ആ വിജയിയെ നമ്മൾ നേരിട്ട് ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയാണ്. ഇത് ഓൾറെഡി ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ലൈവ് പോയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു വിധമായിട്ടുള്ള പ്രോബ്ലംസോ കോൺസ്പിറസീസോ ഒന്നും വരാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും സുതാര്യമായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 4ാമത്തെ നറുക്കെടുപ്പ് ഓണം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. മൈജിയുടെ പുതിയ ഫ്യൂച്ചർ ഷോറൂം തൃശൂർ ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആന്റണി വർഗീസ് പെപ്പെ നിർവഹിച്ചു. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ 4ാമത്തെ നറുക്കെടുപ്പും നടന്നു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ആക്സസറീസ്, IT ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, സെക്യൂരിറ്റി സിസ്റ്റംസ്, കസ്റ്റമൈസ്ഡ് കമ്പ്യൂട്ടറുകൾ, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം തുടങ്ങിയവ മൈജിയുടെ പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി നൽകുന്നത്.
ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ജീവിതം മനോഹരങ്ങളായ പെയിന്റിങ്ങുകളാക്കി കുമാരി ലക്ഷ്മി. പ്രിയ സഖിക്ക് കൂട്ടായി ജയനാരായണനും നിറക്കൂട്ടുകളിലൂടെ ജീവിതം ആസ്വദിക്കുകയാണ് അവർ രണ്ടുപേരും. കൊല്ലത്ത് നടന്ന ചിത്രകലാ ക്യാമ്പിലേക്ക് പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് അവർ എത്തിയപ്പോൾ അതിന് 46ന്റെ മധുരവുമുണ്ട്. തിരുവനന്തപുരം സ്വദേശികളാണ് കുമാരി ലക്ഷ്മിയും ജയനാരായണനും. 46 വർഷങ്ങൾ കഴിഞ്ഞു ഈ കൂട്ടുകെട്ടിന്. ലക്ഷ്മി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും ജയനാരായണൻ ലേബർ ഡിപ്പാർട്ട്മെന്റിലുമായിരുന്നു. റിട്ടയർമെന്റ് ജീവിതം മനോഹരമാക്കാൻ കുമാരി ലക്ഷ്മി നിറങ്ങളെയും ബ്രഷിനെയും കൂട്ടുപിടിച്ചു. ജോലി തിരക്കുകളുടെ ഇടവേളകളിലായിരുന്നു പെയിന്റിംഗ് പഠനം തുടങ്ങിയത്. പിന്നീട് ഇടയ്ക്കൊന്ന് രോഗാവസ്ഥയിലേക്ക് വഴുതി വീണപ്പോൾ നഷ്ടപ്പെട്ട മനസ്സിനെ തിരിച്ചുപിടിക്കാൻ ഡോക്ടർ നൽകിയ മരുന്നായിരുന്നു ബ്രഷും നിറങ്ങളും. മരുന്നിന്റെ രാസക്കൂട്ടുകൾക്കപ്പുറം 6ാം വിരലിന്റെ നിറക്കൂട്ടുകൾ രോഗത്തിന്റെ മടുപ്പിൽ നിന്ന് കുമാരി ലക്ഷ്മിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. വീട്ടിലെ ഒരു മൂഡും ഭയങ്കര ഹാപ്പി ആയിരിക്കും എപ്പോഴും. നമ്മൾ ഈ നിറങ്ങളുമായിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു ടെൻഷനും മനസ്സിനെ അലട്ടുന്നില്ല. ഇപ്പം ഏതാണ്ട് 10-30 മെഡിസിൻസ് എടുത്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ 8 ടാബ്ലറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വര തന്നെയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ശരിക്കും. പുസ്തക വായനയും സംഗീതവുമാണ് ജയനാരായണൻ ഇഷ്ടമെങ്കിലും ലക്ഷ്മിയുടെ പെയിന്റിങ്ങുകൾക്ക് ഒരാസ്വാദകന്റെ വിമർശനങ്ങളോടെ ഒപ്പമുണ്ട്. ഓഫീസിൽ ഉച്ച സമയത്ത് ലിഷർ ടൈമിലൊക്കെ പോയി ചിത്രം വരയ്ക്കാൻ പഠിക്കാറുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് മുഴുവൻ സമയവും ഒരു റൂം മുഴുവനും പുള്ളിയുടെ ഒരു തിയേറ്ററായിട്ട് ഒരു സ്റ്റുഡിയോ ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാറില്ല, പക്ഷേ എന്നോട് ഓരോ തവണയും വരയ്ക്കുമ്പോഴും എന്നോട് അഭിപ്രായം ചോദിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കും. നമുക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. മക്കളും പേരക്കുട്ടികളും വിദേശത്ത് സ്ഥിരതാമസമാക്കിയതോടെ പേരക്കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് കുമാരി ലക്ഷ്മിയുടെ ഓരോ പെയിന്റിങ്ങും. വീട്ടിലെ ഒരു മുറി നിറയെ പേരക്കുട്ടികൾക്കുള്ള ഈ സമ്മാനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ്. നിറങ്ങളും ചിത്രങ്ങളും ഔഷധം പോലെയാണ് ഇവർക്ക്. 46 വർഷങ്ങൾക്കിപ്പുറവും അത് പകരുന്ന മധുരം ഇവർ ഒരുമിച്ച് പങ്കിടുന്നു. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പത്തനംതിട്ട ആരങ്ങാനം സ്വദേശികളായ തങ്കമ്മയും ഭർത്താവ് അപ്പുക്കുട്ടനും പതിറ്റാണ്ടുകളായി ദുരിതജീവിതം നയിക്കുകയാണ്. 90 വയസ്സിനടുത്ത് പ്രായമുള്ള ഇരുവരുടെയും വീട്ടിലേക്ക് കുടിവെള്ളം പോലും എത്തുന്നില്ല. വീടിന് സമീപമുള്ള തോട്ടിൽ നിന്നുമാണ് ആവശ്യമായ വെള്ളം പോലും ഇവർ ശേഖരിക്കുന്നത്. അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. വീട്ടിലെ ആവശ്യങ്ങൾക്ക് മുതൽ കുടിക്കാൻ വരെ ഉപയോഗിക്കുന്നത് തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം. മഴ പെയ്താൽ അത് സംഭരിച്ചു വയ്ക്കും. വേനൽക്കാലം എത്തിയാൽ തോട്ടിൽ വെള്ളം പറ്റും. ഇതോടെ ഇവരുടെ കുടിവെള്ളവും മുടങ്ങും. വെള്ളം ഞങ്ങൾ കോരിക്കൊണ്ട് വരും. ആ കൊച്ചു ബക്കറ്റ് ചിരിച്ച് തോട്ടിലെ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പെരപ്പുറത്ത് മഴ പെയ്യുന്ന വെള്ളം ഒലിച്ചു വരുന്ന ഞങ്ങൾ പാത്രം വെച്ച് പിടിച്ച് അരിച്ച അത് കുടിക്കുന്നത്. എലിയൊക്കെ കയറും. എലിയെ രാത്രി എങ്ങനെ ഓടിക്കാൻ പറ്റും? തങ്കമ്മയും ഭർത്താവ് അപ്പുക്കുട്ടനും മാത്രമാണ് വീട്ടിലുള്ളത്. ഇരുവർക്കും 90-നടുത്ത് പ്രായമുണ്ട്. കുടിവെള്ളമില്ല. വീട്ടിലേക്ക് എത്താൻ വഴിയില്ല. ഞങ്ങളുടെ ശോചനീയമായ അവസ്ഥയിലുള്ള ജീവിതമാണ്. പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് എവിടെങ്കിലും ദൂരെയാണെങ്കിലും ശരി 2 ചെറിയ ബക്കറ്റും കൊണ്ടുപോയി 2 പേരും കുറച്ച് വെള്ളം കൊണ്ടുവരും. കഴിഞ്ഞിടയ്ക്ക് വാങ്ങിൽ അദാലത്ത് നടത്തി. ആ അദാലത്തിൽ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. എന്നിട്ടും അവർ പഞ്ചായത്ത് അവർ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞ് ഒരു വിവരവും ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. ഒരു ജലസേചന പദ്ധതികളും ഇവരെ തേടി എത്തിയിട്ടില്ല. ഏതു നിമിഷവും നിലം പൊത്താവുന്ന ചെറിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു അസുഖമുണ്ടായാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോലും എത്താൻ കഴിയില്ല. ഇവരുടെ ദുരിത ജീവിതം അധികാരികൾ കണ്ട് വെള്ളമെങ്കിലും എത്തിക്കണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.
തിരുവോണനാളിൽ ശ്രീപത്മനാഭസ്വാമിക്ക് സമ്മാനമായി സമർപ്പിക്കാനുള്ള ഓണവില്ലിന്റെ നിർമ്മാണത്തിലാണ് കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ കുടുംബങ്ങൾ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും കഥകളും ചിത്രരൂപത്തിൽ തടിയിൽ വ്രതശുദ്ധിയോടെ വരച്ചെടുത്താണ് പത്മനാഭസ്വാമിയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നത്. ഓണനാളിൽ പ്രജകളെ കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ദർശിക്കുന്നതിനായി പ്രപഞ്ചശില്പിയായ വിശ്വകർമാവ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ചിത്രങ്ങളുടെ രൂപത്തിലാക്കി മഹാവിഷ്ണുവിന് മുന്നിൽ സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിന്റെ പിന്തുടർച്ചക്കാരായി കരമന മേലാറന്നൂർ വിളയിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ കാരണവർ ബിൻകുമാർ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഓണവില്ല് തയ്യാറാക്കുന്നത്. ദേവഗണത്തിൽപ്പെട്ട കടമ്പ് മഹാഗണി വൃക്ഷങ്ങളിൽ 3 വലിപ്പത്തിലുള്ള വില്ലുകളാണ് തയ്യാറാക്കുക. വലുതിൽ അനന്തശയനം, ഇടത്തരത്തിൽ ദശാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം, ചെറിയ വില്ലിൽ ശ്രീകൃഷ്ണ അവതാര ലീലകളും വിനായകനുമാണ് വരയ്ക്കുക. തലമുറകളായിട്ട് ഈ നമ്മുടെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് 8 തലമുറകൾ കൊണ്ട് ഒരേ കുടുംബത്തിൽ നിന്നും 8 തലമുറകളായിട്ട് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു വരുന്നുണ്ട്. പാരമ്പര്യമായൊരു കലയാണ്. ഈ ഓണവില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണവില്ല് കുടുംബത്തിൽ വ്രതശുദ്ധിയോടുകൂടി മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി തയ്യാറാക്കി ഭഗവാന്റെ മുമ്പ് സമർപ്പിക്കുന്നതാണ്. അപ്രകാരം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് മാത്രമേ ഓണവില്ലാകുകയുള്ളൂ. ഭഗവാന്റെ ജന്മനക്ഷത്രത്തിൽ സമ്മാനമായിട്ട് സമർപ്പിക്കുന്ന ഏക സമ്മാനമാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല്. തിരുവോണ ദിവസം 6 ജോഡിയുള്ള 12 ഓണവില്ലുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. 3 അടിയിൽ തീർക്കുന്ന പത്മനാഭസ്വാമിയുടെ ചിത്രമുള്ള അനന്ത ചൈതന്യവില്ലാണ് ഇത്തവണത്തെ പ്രത്യേകത. ഓണവില്ല് കുടുംബം എന്ന പേരോടെ പത്മനാഭസ്വാമിക്ക് വേണ്ടിയുള്ള പള്ളിവില്ലിന്റെ നിർമ്മാണം തുടരാനാകുന്നത് സുഹൃതമായി കാണുകയാണ് വിളയിൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. രുചിവൈവിധ്യങ്ങളുടെ ഓണക്കാലത്ത് സുവർണ ചാരുതയുമായി വിപണിയിൽ നിറയുകയാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകൾക്കായി സമർപ്പിക്കുന്നത് പ്രത്യേകം കൃഷി ചെയ്ത വിളയിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. ഓണക്കാലത്ത് തൃശ്ശൂരിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാരും ഏറെയാണ്. സ്വർണ്ണ നിറമുള്ള ചുവപ്പ് രാശിയോടുകൂടിയ തടിച്ചിരുണ്ട കായകളുള്ള ചെങ്ങാലിക്കോടന് വിപണിയിൽ മോഹവില നൽകി വാങ്ങാൻ ആവശ്യക്കാരേറെയാണ്. വിപണിയിലേക്ക് എത്തുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ്ക്ക് 2500 രൂപയാണ് വില. പഴയ കൊച്ചി രാജ്യത്തിലെ ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിലാണ് ഈ വാഴകൃഷിയുടെ തുടക്കം. ആദ്യം ചെങ്ങഴിക്കോടനെന്നും പിന്നീട് ചെങ്ങാലിക്കോടനെന്നും ആവുകയായിരുന്നു. 2014 ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ചെങ്ങാലിക്കോടന്റെ ഖ്യാതി വർദ്ധിച്ചു. തലപ്പിള്ളി താലൂക്കിലെ എരുമപ്പെട്ടി, കടങ്ങോട്, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, വേലൂർ, ചൂണ്ടൽ, തൃശൂർ താലൂക്കിലെ തോളൂർ, കൈപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലായി കൃഷി ചെയ്തിരുന്ന ചെങ്ങാലിക്കോടന്റെ വിളവെടുപ്പ് പൂർത്തിയായി. അത്തം മുതലാണ് ചെങ്ങാലിക്കോടൻ കുലകൾ വിപണിയിലെത്തുന്നത്. സ്വർണ്ണവർണ്ണമാർന്ന ചെങ്ങാലിക്കോടൻ കുലകൾ കാഴ്ചക്കുലകളായി ഉത്രാടനാളിൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. കൂടാതെ വിവാഹം കഴിഞ്ഞു പോകുന്ന വധൂവരന്മാർക്കും ചെങ്ങാലിക്കോടൻ കുല നൽകുന്ന സമ്പ്രദായം തൃശ്ശൂരിലുണ്ട്. എൻ്റെ ഓണസമയത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദ് കൂടുതലുള്ള പഴം ചെങ്ങാലിക്കോടനാണ്. ബാക്കി ഒരു കായ് ഇത്ര സ്വാദ് കിട്ടില്ല. പിന്നെ കളറ്, ചുവപ്പ് കളർ കിട്ടണമെങ്കിൽ ചമ്മലിട്ട് പൊതിയണം, അല്ലെങ്കിൽ ചുവപ്പ് കളർ കിട്ടില്ല. ആവശ്യക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിൻ്റെ താഴെയല്ലോ ആവശ്യക്കാർ മുഴുവനും ഈ ചെങ്ങാലിക്കോടനാണ്. ഇത് അന്വേഷിക്കുക ആൾക്കാർ. മറ്റുള്ള കായ വേണ്ടത് ഇതിലും വലുതൊക്കെ ഉണ്ട്, സ്വാദില്ല. വാഴത്തോട്ടങ്ങളിൽ നിന്നും വളഞ്ഞു നിൽക്കുന്ന തണ്ട് നിലനിർത്തിക്കൊണ്ട് വെട്ടിയെടുക്കുന്ന കുലകൾ ശ്രദ്ധയോടെയാണ് കച്ചവടക്കാർ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. പിന്നീട് കുലയുടെ പടലകൾക്കും കായകൾക്കുമിടയിൽ തൊഴിലാളികൾ ഉണങ്ങിയ വാഴയിലകൾ തിരുകി പ്രത്യേക രീതിയിൽ കുല പൊതിഞ്ഞാണ് കാഴ്ചക്കുലകൾ ഒരുക്കുന്നത്. കൂടുതൽ കുറേ അമ്പലങ്ങളിലേക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ കാഴ്ചക്കുല കൊണ്ടുപോകുന്നത്. മൊത്തത്തിൽ ചെങ്ങാലിക്കോട് നല്ലൊരു പേരുണ്ട്. പടലകൾ പിരിഞ്ഞ ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ട് നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. ഓണക്കാലത്ത് മറ്റു ജില്ലകളിൽ നിന്ന് വരെ ചെങ്ങാലിക്കോടൻ അന്വേഷിച്ച ആളുകൾ തൃശ്ശൂരിലേക്കെത്തും. അമൃത ന്യൂസ്, തൃശ്ശൂർ. ആദ്യ ഓണാഘോഷത്തിന്റെ വൈബിലാണ് ഒരു കൂട്ടം മണിപ്പൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ. കാസർഗോഡ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന ഓണാഘോഷം 5 സംഘത്തിന് സമ്മാനിച്ചത് സ്പെഷ്യൽ ആവേശമായിരുന്നു. മാവേലിയെയും വാമനനെയും കണ്ടതിന്റെ ആവേശവും ഓണത്തിന്റെ ഐതിഹ്യമറിഞ്ഞതിന്റെ സന്തോഷവും മുറിമലയാളം പറയുന്ന മണിപ്പൂർ ഇംഫാൽ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ മനസ്സ് നിറച്ചു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ
വിദ്യാർത്ഥികളായ ഐഫാബ, മെരാബ, യുഹംബ, നെൽസൺ, റോബിൻസൺ എന്നിവരുടെ ഓണാഘോഷം മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം വർണ്ണാഭമായി. ആദ്യ ഓണാഘോഷത്തിനായി മുണ്ടും ടീഷർട്ടും ഇട്ടാണ് മണിപ്പൂർ സ്വദേശികളായ കുട്ടികൾ എത്തിയത്. ഇവരെ പൂക്കളത്തിന് സമീപം ഇരുത്തി മാവേലിക്കൊപ്പം ഫോട്ടോ എടുത്ത് അധ്യാപകരും PTA ഭാരവാഹികളുമെല്ലാം ഓണാഘോഷത്തിന്റെ സന്തോഷം പങ്കിട്ടു. പൂക്കളമൊരുക്കലും പായസമടക്കം ഓണസദ്യ ഉണ്ടതുമെല്ലാം പുതിയ അനുഭവമായി മാറിയ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും ഓണം ആശംസകൾ. മലയാളം ഗംഭീരം ഓണം കളർ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ കായിക ഇനങ്ങളിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ച താരങ്ങളാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 5ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. തൃശൂർ ടൈറ്റൻസ് ഉയർത്തിയ 173 റൺസ് വിജയലക്ഷ്യം 19 പോയിന്റ് ഒരു ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കൊച്ചി മറികടക്കുകയായിരുന്നു. 7 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി സെമി ഫൈനൽ പ്രവേശം ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് സഞ്ജു സാംസൺ കളിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KCLൽ നിന്ന് 2:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 2ാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും നേരിടും.